പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായർക്കെഴുതിയ ലേഖനം 10:14 വായിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗം സകലർക്കും വേണ്ടി ഒരിക്കലായിട്ടുള്ളതാണ്. പാപമോചനം സാർവത്രികമാകയാൽ അതെല്ലാവർക്കും പ്രാപിക്കാവുന്നതാണ്. എന്നാൽ വ്യക്തിപരമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം വിശ്വാസത്താലാണ് ഒരുവൻ പ്രാപിക്കുന്നത്. വിശ്വാസികളുടെ രക്ഷ ഉറപ്പാക്കിയത് ക്രിസ്തുവിൻ്റെ ഒരിക്കലായുള്ള യാഗത്തിലൂടെയാണെന്ന് മാത്രമല്ല, അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ വിശുദ്ധിയിൽ വളരുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് മുഖാന്തരം അവൻ വിശുദ്ധിയിൽ വളരുകയും യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്നു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായ്ക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സദ്ഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അതായത് കുറുപ്രാക്കളെയും പശുക്കിടാങ്ങളെയും ആട്ടുകൊറ്റന്മാരെയും യാഗമർപ്പിച്ച് മനുഷ്യർ നേടുവാൻ ശ്രമിച്ച പാപമോചനം പര്യാപ്തമായിരുന്നില്ല. എബ്രായർക്കെഴുതിയ ലേഖനം 10:11 പറയുന്നത്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. മനുഷ്യന് തൻ്റെ ഹൃദയത്തിലും മനസാക്ഷിയിലും ആത്മാവിലും ശുദ്ധീകരണം ആവശ്യമാണ്. പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ച യേശുക്രിസ്തു എന്നേക്കും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതിനാൽ പാപമെന്ന സങ്കീർണമായ വിഷയം ദൈവം സമ്പൂർണമായി പരിഹരിച്ചിരിക്കുന്നു. ദൈവികമായ പാപമോചനം സാർവത്രികമാണ്, അത് ഔദാര്യമായതാണ്, അത് യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനമാണ്. കൂടാതെ നിത്യമായ പാപമോചനവുമാണ്. ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ സകല ലോകത്തിൻ്റെയും പാപം ചുമത്തി പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ നടത്തി എല്ലാ മനുഷ്യർക്കും പാപം ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന സഹോദര സഹോദരി, താങ്കൾ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവെ സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ചോ? ഇല്ലെങ്കിൽ ഇതാണ് താങ്കളുടെ സമയം ഇനി അധികമില്ല. യേശുക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. യേശുവിനെ സ്വീകരിച്ച് നിത്യരക്ഷ പ്രാപിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.